സാധാരണപ്പെട്ട ആൾക്കാരെയൊക്കെ പെൺമക്കളെ എങ്ങനെ എടുത്തേക്കും? ഭയങ്കര പാടാ, വളരെ പാടാ. ജീവിക്കാൻ ഒക്കൂല മക്കളെ, അതിനേക്കാളും നമ്മൾ മരിക്കണം. നമ്മളെ പെൺപിള്ളേരെ വെറും കഴുത്തോടെ അയക്കണം. പാവങ്ങളെന്തരിയും നിവർത്തിയില്ലാത്തൊരവസ്ഥയിലാണ്. സ്ത്രീധനം വേണ്ടെന്ന് താല്പര്യമുള്ളവരോട് കെട്ടിച്ചു വിടണം. നമസ്കാരം. ഒടുവിൽ അത് സംഭവിച്ചു. സ്വർണ്ണവില ലക്ഷം തൊട്ടു. ഒരു പവന് 1,16,600 വിലയിലെത്തി നിൽക്കുന്നു. നമ്മുടെ വീട്ടമ്മമാരെയൊക്കെ ഒരുപാട് ബാധിക്കുന്ന വിഷയങ്ങളാണ്. ചാച്ചി ഒരു സെക്കൻഡ്. സ്വർണ്ണവില 1,16,600 രൂപ പവന്. അറിഞ്ഞായിരുന്നോ? ഇനിയിപ്പോ ഇതൊക്കെ ഇട്ടുള്ള പേടിയില്ലേ? പേടിയൊക്കെ ഉണ്ട്. ഒരു പവന്റെ വിലയാണ് പറയുന്നത്. 1,16,600 രൂപ സ്വർണ്ണവില. അറിഞ്ഞായിരുന്നോ? അറിഞ്ഞു അല്ലേ അമ്മ? സ്വർണ്ണവില അറിഞ്ഞായിരുന്നോ? ഒരു പവൻ ഇപ്പൊ 1,16,600 രൂപ. ലക്ഷം കഴിഞ്ഞു. അറിഞ്ഞായിരുന്നോ? അമ്മയ്ക്ക് എന്താ പറയാനുള്ളത്? സ്ത്രീകളാണ് പ്രതികരിക്കാനുള്ളത്. എനിക്ക് പെമ്മക്കളാരും ഇല്ല. എന്നാലും ഈ കല്യാണം കഴിക്കാനുള്ള കുട്ടികളുടെ കാര്യമൊക്കെ ആലോചിച്ചേക്ക്. ശരിയല്ലേ? ഇനിയിപ്പോൾ സ്വർണ്ണമൊക്കെ ഇട്ട് കെട്ടിക്കാന്ന് പറഞ്ഞാൽ അത് സാധാരണക്കാരനായ ആൾക്കാർക്ക് നടക്കുന്ന കാര്യമൊന്നുമല്ല. ഏതായാലും എന്താ പറയുക, ശബരിമല സ്വർണ്ണപ്പാളി വിഷയമൊക്കെ കത്തിരിക്കുന്ന സമയം കൂടിയാണ്. ആ സമയത്താണ് പവന് 1,16,600 രൂപയായി സ്വർണ്ണം മാറിയിരിക്കുന്നത്. 1,16,600 രൂപ. സാധാരണപ്പെട്ട ആൾക്കാരെയൊക്കെ പെൺമക്കളെ എങ്ങനെ കെട്ടിച്ചേക്കും? ഭയങ്കര പാടാ, വളരെ പാടാ. 10 പവനം കിട്ടണമെങ്കിൽ 15 ലക്ഷം രൂപ ഉണ്ട് അവസ്ഥ അല്ലേ? ഏട്ടാ, സ്വർണ്ണത്തിന്റെ വില അറിഞ്ഞായിരുന്നു? സ്വർണ്ണത്തിന്റെ വിലയൊക്കെ അറിഞ്ഞു. 1,16,600 രൂപ ഒരു പവന്റെ വില. രണ്ട് മോളാണോ? അല്ല, 2 ആമക്കളാ. അതുകൊണ്ട് കുഴപ്പമില്ല. എനിക്ക് 2 ആമക്കൾ, ഒന്ന് മരിച്ചു, ഒന്ന് മാത്രമേ ഉള്ളൂ. സ്വർണ്ണത്തിന്റെ വില അറിഞ്ഞോ? ഒന്നും അറിഞ്ഞില്ല. 1,16,600 രൂപ ഒരു പവന്റെ വില. അറിഞ്ഞായിരുന്നോ? അറിഞ്ഞില്ല. നീ എങ്ങനെ പാവപ്പെട്ടൊരു പിള്ളേരെ ജീവിക്കാൻ ഒക്കൂല മക്കളെ, അതിനേക്കാളും നമ്മൾ മരിക്കണം. അമ്മ, സ്വർണ്ണത്തിന്റെ വില അറിഞ്ഞായിരുന്നോ? അയ്യോ, അറിഞ്ഞു പൊന്നാരാ. നമ്മളെ അയ്യപ്പന്റെ സ്വർണ്ണം അത്രയും കട്ടോട്ട് വെക്കണം. ആ സ്വർണ്ണമല്ല, ഇപ്പൊ സ്വർണ്ണത്തിന്റെ വില അറിഞ്ഞായിരുന്നോ? ഇപ്പോഴത്തെ സ്വർണ്ണത്തിന്റെ വില 1 ലക്ഷത്തിൽ പുറത്തായില്ലേ? എങ്ങനെ നമ്മള് പെമ്പുകളെ കെട്ടിച്ചേക്കും? നമ്മളെ പെൺപിള്ളേരെ വെറും കഴുത്തോടെ അയക്കണം. ഇതാണ് വിഷയം. 1,16,600 രൂപ ഒരു പവന്റെ സ്വർണ്ണത്തിന് വാങ്ങിക്കുകയാണ്. പെമ്മക്കൾ നമ്മൾ എങ്ങനെ കെട്ടിച്ചേക്കും? പെമ്മക്കളെ കെട്ടിച്ചയക്കാൻ പാടാ. എങ്ങനെ കെട്ടിച്ചയക്കാൻ പറ്റൂല. ഈ കണക്കിന് സ്വർണ്ണത്തിന് വില ആയി കഴിഞ്ഞ പാവങ്ങളെന്തരിയും നിവർത്തിയില്ലാത്തൊരവസ്ഥയിലാണ്. 1,05,000 ആയി സ്വർണത്തിന്റെ വില. അതായത് 10 പവനിട്ട് ഒരു പെൺകുട്ടി കല്യാണം കഴിച്ച് അയക്കണമെങ്കിൽ 15 ലക്ഷം രൂപ വേണം. തീരെ നിവർത്തിയില്ലാത്തവർ എങ്ങനെ കെട്ടിച്ചു വിടും? നമ്മള് അയ്യപ്പന്റെ ഭക്തി ഉള്ളവർ തന്നെ. അയ്യപ്പന്റെ കാര്യമല്ല ഇവിടെ അയ്യപ്പന്റെ കൊടുക്കണ കൊണ്ട് നടക്കിയിട്ട് കട്ടോട്ട് പോകാനായിട്ട് കൊണ്ടിടുന്ന ഇത് ഒരു 5 ഗ്രാം ഒരു ഇല്ലാത്ത ഒരു കൊച്ചിന് താലിക്ക് വേണ്ടി കൊടുക്കുവാര്. ഈ പറയുമ്പോൾ സ്വർണ്ണമാലയൊക്കെ ഇട്ടതിന് പുറത്തിറങ്ങാൻ പറ്റില്ല. കണ്ട ബംഗ ആരെങ്കിലും കണ്ട കഴുത്തിറത്താ സ്വർണ്ണം കൊണ്ട് പോകും. ആ ഒരു വിലയായി മാറിക്കൊണ്ടിരിക്കുന്നു. ഇപ്പം 10 പവൻ 20 പവൻ എന്ന് പറയുന്നതിന് പകരം 5 ലക്ഷം രൂപയുടെ സ്വർണം അല്ലെങ്കിൽ 10 ലക്ഷം രൂപയുടെ സ്വർണം എന്ന് പറയേണ്ടി വരും. കാരണം അത്രയും നിവൃത്തിയുള്ളൂ. വേറെ ഇന്ന് പഴയതുപോലെ 50 പോലും ഇട്ട് കൊടുക്കാൻ പറ്റത്തില്ല. 1 ലക്ഷത്തിൽ കൂടുതലായോ? 1,16,600 രൂപ. സാധാരണക്കാരെ സംബന്ധിച്ച് ഭയങ്കര കൂടുതലായിരിക്കും. പെൺമക്കളാണോ? അല്ല, ആൺപിള്ളേർ. ഈ സാധാരണക്കാരുടെ ആൾക്കാർ ഈ പെൺമക്കളെ എങ്ങനെ കെട്ടിച്ചു വിടും? അത് സ്ത്രീധനം വേണ്ടെന്ന് താല്പര്യമുള്ളവരോട് കെട്ടിച്ചു വിടണം. എന്നാലും ഒരു അച്ഛൻ്റെ അമ്മയുടെ മോഹമല്ലേ മോണത്തിൽ പൊന്നൊക്കെ അണിയിച്ച് ആവശ്യത്തിന് ഇട്ടിട്ട് വിടുക. താങ്ങത്തില്ല. ഒരു 10 പവൻ നമ്മൾ കൊടുക്കാന്ന് വെച്ചാൽ 15 ലക്ഷം രൂപ വേണം ഇല്ലേ? ചേച്ചി, സ്വർണ്ണവില അറിഞ്ഞായിരുന്നോ? അറിഞ്ഞായിരുന്നോ? ലക്ഷം കഴിഞ്ഞു. 1,16,600 രൂപ. ഇനി എങ്ങനെ നമ്മളെ പെൺമക്കളെ കെട്ടിച്ചു വിടും? ചെയ്യാൻ പാവപ്പെട്ടവർക്ക് കെട്ടിച്ചയക്കാൻ പറ്റില്ല അവസ്ഥയായി. അത് മാത്രമല്ല, നമ്മുടെയൊക്കെ ജീവനും കൂടെ ഭീഷണിയല്ലേ? ഈ മാലയ്ക്ക് വേണ്ടിയിട്ട് ഒരു പവന്റെ മാല പൊട്ടിച്ചു കഴിഞ്ഞാൽ 1 ലക്ഷം രൂപ കിട്ടും. അങ്ങനെയാണെങ്കിൽ ഈ മാലയൊക്കെ ഇട്ട് എങ്ങനെ പുറത്തിറങ്ങും? പേടിച്ചിറങ്ങാൻ പറ്റത്തില്ല. അല്ല, ഐഡിയ പറയാൻ എനിക്കും 2 പെൺമക്കളാണ്. ഏതൊരു അച്ഛന്റെ അമ്മ ആഗ്രഹമല്ലേ പെൺമക്കളൊക്കെ സ്വർണ്ണമൊക്കെ ഇട്ട് എന്ത് ചെയ്യും? അതിനൊരു തീരുമാനം സർക്കാർ തന്നെ എടുക്കണം. ഇപ്പൊ പണ്ടൊക്കെ നമ്മൾ പറയും 10 പവൻ ഇടാം, 15 പവൻ ഇടാം, 20 പവൻ ഇടാന്ന് പറയും. ഇനി പറയും 5 ലക്ഷത്തിന് സ്വർണ്ണം തരാന്നല്ലേ പറയുള്ളൂ. അല്ല, 5 ലക്ഷം രൂപ കയ്യിൽ തരാം. ഏതായാലും ഞാൻ സ്ത്രീധനത്തെ പ്രൊമോട്ട് ചെയ്യല്ല. എങ്കിൽ പോലും യാതൊരു അച്ഛൻ്റെയും അമ്മയുടെയും ഒരു
മനസ്സിലൊരു ആഗ്രഹം ഉണ്ടാവും. സ്വന്തം പെൺമക്കളെയൊക്കെ ഇത്തിരി സ്വർണ്ണമൊക്കെ ഇട്ട് ഖദർ മണ്ഡപത്തിലേക്ക് ആനയിക്കാമെന്നൊരു ആഗ്രഹം ഉണ്ടാവും. അതൊക്കെ ഇനിയിപ്പം സ്വപ്നങ്ങളായി മാറാൻ പോവുകയാണ്. ഒരു പവന് 1,16,600 രൂപ എന്ന് പറഞ്ഞാൽ ഒരു സാധാരണക്കാരും താങ്ങാവുന്ന റേറ്റല്ല. വല്ലാത്ത 74% കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് വർദ്ധിച്ചിരിക്കുന്നത്. ഈ സ്വർണം എന്ന ലോഹം, മഞ്ഞലോഹം സാധാരണക്കാരന് അപ്രാപ്യമാകുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ക്യാമറമാൻ അനീഷ് മംഗലാപുരത്തിനൊപ്പം സയ്യിദ് മാരാർ സൈനിങ് ഓഫ്.